സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ച അദാനി ഗ്രൂപ്പ്. ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചതോടെ അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടു. നിലവിൽ മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ചാണ് അഴിമുഖം മുനമ്പ് താണ്ടുന്നത്. മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഇതോടെ മുതലപ്പുഴ അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെടുന്നു. ശക്തമായ മണലൊഴുക്കും ഡ്രഡ്ജിംഗ് നിലച്ചതും അഴിമുഖത്തിന് സമാന്തരമായി മണൽക്കൂന രൂപപ്പെടാനും കാരണമായി. അഴിമുഖച്ചാലിലെ ആഴക്കുറവ് മൂലം വള്ളം മറിഞ്ഞ് 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ച് മാസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ. അതായത് ഇവര് ഈ ഡ്രഡ്ജിംഗ് നടത്തുന്നുവെന്ന് മിനിസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇവിടെ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു ചെറിയ ബക്കറ്റ് വെച്ച് കോരി പേരിനും വേണ്ടി നടത്തുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികളെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു നാടകം ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നിലവിൽ ഒരു ഡ്രഡ്ജർ ഇവിടെ ഉണ്ടെങ്കിലും കാര്യമായ ഒരു പണിയും നടക്കുന്നില്ല. കൃത്യമായ മണലെടുപ്പ് നടന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിൽ കടക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. 6 മീറ്റർ താഴ്ചയിൽ 400 മീറ്റർ നീളത്തിൽ മണൽ നീക്കിയാൽ മാത്രമേ വള്ളങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയുള്ളൂ. പൊഴി അപകടമുക്തമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കമ്പനി പിന്മാറുന്നതിന്റെ ഭാഗമാണ് മണൽ നീക്കം നിർത്തിവെച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഏപ്രിൽ മാസത്തോടെ കമ്പനിയുടെ കരാർ കാലാവധിയും അവസാനിക്കും. ജനം, തിരുവനന്തപുരം.